സർക്കസ് കുലപതിയായിരുന്ന ജെമിനി ശങ്കറിന്റെയും സർക്കസ് ലോകത്തെയും ജീവിതാനുഭവങ്ങളുമായി ജെമിനി ശങ്കറിന്റെ മകനും ജംബോ സർക്കസ് ഉടമയുമായ അജയ് ശങ്കർ നവംബർ 17 രാത്രി 7 മണിക്ക് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു. മൂർക്കോത്ത് വേങ്ങക്കണ്ടി ശങ്കരൻ എന്ന തലശ്ശേരി കൊളശ്ശേരിക്കാരൻ. 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസം. പലചരക്ക് കടയിൽ തുടക്കം. പിന്നെ സൈനികന്റെ റോളിലേക്ക്. അവിടെ നിന്നും സർക്കസിലെ ട്രിപ്പീസ് കളിക്കാരനിലേക്ക്. പിന്നെ ലോകമറിയുന്ന സർക്കസ് മുതലാളിയുടെ റോളിലേക്ക്. വിജയ് സർക്കസിൽ തുടക്കം. പിന്നെ ജെമിനി ജംബോ സർക്കസുകളിലൂടെ ലോകത്തിന്റെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും. നിങ്ങളുടെ മനസ്സിൽ അച്ഛനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ലാളിത്യമുള്ളൊരു മനുഷ്യനായിരുന്നു അച്ഛൻ. എപ്പോഴും ഗൗരവക്കാരനായിരുന്നു. ശരിക്കും ഞങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ലാളിത്യമുള്ളൊരു മുഖമായിട്ടാണ് കണ്ടിരുന്നത്. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛനങ്ങനെ വളർത്താൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. അച്ഛനെപ്പോൾ സർക്കസ് തന്നെ ഇപ്പോൾ വരും. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛനങ്ങനെ എപ്പോൾ ഒരു സ്ട്രിക്റ്റ് ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കും. നെഹ്റു, ഇന്ദിര, AKG, EMS, മൊറാർജി ദേശായി തുടങ്ങി ഇന്ത്യയിലെയും മാർട്ടിൻ ലൂഥർ കിങ് ഉൾപ്പെടെ മറ്റ് രാഷ്ട്ര തലവന്മാരുമായുള്ള സൗഹൃദം. ജെമിനി ശങ്കരൻ കടന്നുവരുമ്പോൾ സർക്കസ് കൂടാരത്തിൽ എഴുന്നേറ്റ് നിന്ന് സ്നേഹം പ്രകടിപ്പിക്കുന്ന മൃഗങ്ങൾ. എത്ര മൃഗങ്ങൾ ഉണ്ടായിരുന്നു അന്ന്? 100 മേലെ. നമ്മുടെ ചെറുപ്പത്തിൽ സീലാണ് ഈ കാരവാൻ AC അന്ന് എനിക്ക് വയ്യ. 60s ഞാൻ പറയുന്നു. അന്നൊന്നും മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല. കാരവാന് വിത്ത് AC കാരവാനിൽ സഞ്ചരിച്ച സീ ലയൺസ്. നിരോധനം വന്ന ശേഷം 7 വർഷം സ്വന്തം ചെലവിൽ 100-ലേറെ മൃഗങ്ങളെ പോറ്റിയ ശങ്കരൻ എന്ന മൃഗസ്നേഹി. ജെമിനി ശങ്കറിനെയും മകൻ അജയ് ശങ്കറിനെയും സർക്കസ് ലോകത്തെയും അറിയാൻ കാണുക സക്സസ് സ്റ്റോറി.